ഹായ്, അസ്സലാമു അലൈക്കും. നമ്മുടെ സഫയ്ക്ക് ഭയങ്കര ഖുഷി. കാരണം എന്താ, മെഹനാസിന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു, ഫസ്മിനാന്റെ പേരിൽ എഫ്ഐആർ, പിന്നെയും ഗ്യാപ്പ് ഉണ്ടാകും. കണ്ടാലറിയുന്നൊരു 4-5 ആൾക്കാരെ പേരും കൂടി ഉണ്ട്. ചിലപ്പോൾ തിരൂർ കിടക്കുന്ന എൻ്റെ പേരിലും വരാൻ സാധ്യത ഉണ്ട്. കാരണം കാദർ കരിപ്പടിയുടെ ഒരു കളിപ്പാട്ടമാണല്ലോ ഇപ്പോൾ സഫ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ എഫ്ഐആറിൽ പറഞ്ഞ മാതിരത്തെ ഒരു സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ള സാക്ഷികളുണ്ട്. അപ്പോൾ ഈ എഫ്ഐആർ വരാനുണ്ടായ കാരണം കാദർ കരിപ്പൊടിയെ പറ്റി മെഹനാസ് ഫസ്മിനയുടെ ലൈവിൽ പറഞ്ഞു, വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഈ കാരണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ എഫ്ഐആർ വെച്ചുകൊണ്ട് നീ അവളെ നാണം കെടുത്താനോ, മെഹനാസ് ചിലപ്പോൾ നമുക്കറിയില്ല, ഫസ്മിനാനെ നാണം കെടുത്താനോ മറ്റുള്ള നാണം കെടുത്താനോ എനിക്ക് പറ്റുന്നു എന്നുള്ള വിചാരമില്ല. അത് വെറും ബുദ്ധിശൂന്യമായ ഒരു ഐഡിയ മാത്രമാണ്. ഇതിന് സ്വാഭാവിക ജാമ്യം കിട്ടാവുന്നേ ഉള്ളൂ. കാരണം തള്ളിപ്പോവും. കാരണം ഇത് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊന്നും ഈ എഫ്ഐആറിൽ പറഞ്ഞൊന്നും നടന്നിട്ടില്ല എന്നുള്ള മനസ്സിലാവും. പിന്നെ ഇട്ട കുറച്ച് പരിക്കുകൾ പറ്റിയ വീഡിയോ, ഒരു 200 ചെക്കൻ്റെ അടി കിട്ടിയ ഭാഗത്ത് മാത്രം ചുവപ്പ്, ചുണ്ടൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര കളറ്. പക്ഷെ ആരും പറയില്ല സ്നാപ്ചാറ്റിൽ ഫിൽറ്റർ ഇട്ടാന്ന് ആരും പറയില്ല. മനസ്സിലായോ? സ്നാപ്ചാറ്റിൽ ഫിൽറ്റർ ഇട്ടതാണ് എന്നുള്ളത് ആരും പറയില്ല. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. അതൊക്കെ ആരും ഈ ബുദ്ധി പറഞ്ഞത് നമ്മുടെ കാതർച്ചയാണോ, റോക്കറ്റ് കാതർച്ച? കാരണം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം മെഹനാസിന്റെയും ഫസ്മിനയുടെയും വീഡിയോ ഇങ്ങനെ വന്നപ്പോൾ തന്നെ പിറ്റേന്ന് എന്തെങ്കിലും ഒരു ഷോട്ട് കാദർ കരിപ്പിടി വെച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു. അച്ചട്ടായി. അതായിരുന്നു ബിഗ് ന്യൂസ്. സുജയ, ഇൻഫ്ലുവൻസർമാരുടെ അതിക്രമം, ഗുണ്ടായിസം, ഫസ്മിനെയും മെഹനാസും ഒളിവിൽ എന്നൊക്കെ പറഞ്ഞു. അവർ ഒളിവിലൊന്നല്ല, അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്താണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ കണ്ടാലറിയുന്ന 2 പ്രതികൾക്ക് ഒരു 3-4 പ്രതികളും കൂടി ഗ്യാപ്പ് ഉണ്ടല്ലോ. അതെന്തിനാ? കാദർ കരിപ്പടിയുടെ ഇഞ്ചികത്തിന് വഴങ്ങിയിട്ട് ആരൊക്കെ പേര് ചേർക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിക്ക് വേണ്ടി ഇട്ടതാണ്. പക്ഷെ നീ കാണിച്ച ഈ പരിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, അന്ന് ആ നാട്ടിലൊരാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, പോലീസ് വന്ന് എസ്കോട്ട് കൊണ്ടുപോയിട്ട് പോലീസ് അവരോട് ചോദിച്ചത്ര എനിക്ക് വല്ല പരാതിയും ഉണ്ടോ എന്ന് ചോദിച്ചത്രേ. അപ്പം തന്നെ പറഞ്ഞാൽ എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ എങ്ങനെ അത് പരാതി ഉണ്ടായി? ലല്ലു വിളിച്ചു പറഞ്ഞു, ചൂടായി, നീ എന്തേ പരാതി കാണിച്ചിട്ടാണ് അതിന് പിറ്റേന്ന് പരാതി. എന്തായാലും കാദർ കരിപ്പടിൻ്റെ കളിപ്പാട്ടമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സഫമോൾക്ക് ഇത് നല്ലൊരു ഖുഷിയായി. കാരണം എന്താ, ഫസ്മിനയുടെയും മെഹനാസിൻ്റെയും പേരിൽ എഫ്ഐആർ ഇട്ടു, മറ്റേതാക്കി. ആദ്യം ഇൻസ്റ്റഗ്രാം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആലുവ സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്ത വ്യക്തിയല്ലേ അല്ലേ? ഇൻസ്റ്റഗ്രാം ഓൻ പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് സൈബർ കേസ് കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതെന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. എന്തായാലും ആ ഫ്ലാറ്റിൽ നിന്ന് ലല്ലു ഇറങ്ങി ഓടിയ വീഡിയോ ഫസ്മിൻ എന്തായാലും ലീക്കാക്കും. ഫസ്മിന് പിന്നെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ എന്തായാലും പെട്ടെന്ന് ലീക്ക് ആവാൻ എല്ലാ സാധ്യതയുണ്ട്. ഇനി അത് ഒളിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും കടന്നു വരും. ഞാൻ ഒരുപാട് കണ്ടു ഫസ്മിനാനെ. എന്താണ്, കുറെ യൂട്യൂബേഴ്സ് ഇൻസ്മി കൈസ് ചെയ്തു. ഈ എഫ്ഐആർ ഒന്നും വലിയ വാല്യൂ അല്ലാത്തൊരു എഫ്ഐആർ ആണ്. കാരണം നിലനിൽക്കൂല. അവന്റെ മൊഴി പകർപ്പ് തന്നെ വലിയ ഇതൊന്നുമില്ല. അതൊന്നും നിൽക്കാത്തൊരു എഫ്ഐആർ, ഇന്റിമേഷൻ കൊടുത്തിട്ടിട്ട എഫ്ഐആർ. പിന്നെ ഈ പരിക്ക് പറ്റി എന്ന് പറയുന്നത് ആ ശരീരഭാഗം കണ്ടാലറിയാം അത് സ്നാപ്ചാറ്റിൽ ഫിൽറ്റർ കയറ്റിയ ഭാഗങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഫസ്മിനാനെ ലോക്കാക്കാൻ കാദർ കരിപ്പടി പറഞ്ഞെന്ന് ഈ ബുദ്ധിയൊന്നും പോരാ സഫമോളെ. എന്തായാലും നിന്റെ വീഡിയോ പുറത്ത് എന്തായാലും ലീക്കായിക്കൊണ്ടേയിരിക്കും. കാരണം നീ അവളുമായിട്ടുള്ള പ്രശ്നത്തിൽ അവളെ കയ്യിലുള്ള സത്യാവസ്ഥ പുറത്തു വിടുമ്പോൾ എന്നെ വെളുപ്പിക്കാൻ വരുന്ന കാദർ കരിപ്പടിക്കൊന്നും ഇനി താങ്ങാൻ പറ്റില്ല. ഇനി കേരളം കത്തും. നമ്മുടെ സഫമോളും ഫസ്മിനെയും മെഹനാസും ലല്ലൂബിയും കിടന്നിട്ട് കേരളം കത്തുന്നത് കാണാം.